തൃശൂരിലെ ബി.ജെ.പി. കൗൺസിലർമാർക്ക് 5 ലക്ഷം രൂപ പിഴയിട്ട് ഹൈക്കോടതി. ബിനി ടൂറിസ്റ്റ് ഹോമിനെതിരെ നൽകിയ ഹർജിയിലാണ് 6 ബി.ജെ.പി. കൗൺസിലർമാരും സ്വകാര്യ ഹർജി നൽകിയ അഡ്വക്കേറ്റ് കെ പ്രമോദും പിഴ നൽകണം. ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. തൃശൂർ കോർപ്പറേഷന്റെ ഗസ്റ്റ് ഹൌസായ ബിനി ഹോട്ടൽ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയതിനെതിരെയുള്ള ഹർജികളിലാണ് കോടതി വിധി. തൃശൂർ കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാരായ വിനീത് പൊള്ളഞ്ചേരി, പൂർണിമ സുരേഷ്, വി ആതിര, എൻ.വി. രാധിക, കെ.ജി. നിജി, എൻ. പ്രസാദ് എന്നിവർക്കും സ്വന്തം പേരിൽ പരാതി നൽകിയ അഡ്വക്കേറ്റ് കെ പ്രമോദ് എന്നിവർക്കുമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പിഴയിട്ടത്. 6 കൗൺസിലർമാരും 5 ലക്ഷം രൂപ വീതം പിഴയൊടുക്കണം. മാത്രമല്ല, ഇവർക്ക് വേണ്ടി ഹാജരായ തൃശൂരിലെ അഭിഭാഷകൻ കെ പ്രമോദും 5 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നാണ് കോടതി വിധി. പലതവണ ടെൻഡർ വിളിച്ചിട്ടും ആരും ഏറ്റെടുക്കാൻ വരാത്തതോടെ 2022 പൊതുലേലം ക്ഷണിക്കുകയും P.S. ജനീഷ് 7.25 ലക്ഷം മാസവാടക രേഖപ്പെടുത്തുകയുമായിരുന്നു. കോർപ്പറേഷനുമായുള്ള നെഗോസിയേഷൻ വഴി 7.50 ലക്ഷം രൂപയാക്കി ഇത് ഉയർത്തി. തുടർന്ന് ജനീഷ് 3 കോടിയോളം രൂപ ചിലവഴിച്ച് കെട്ടിടം പുതുക്കി ബിനി ഹെറിറ്റേജ് ആക്കുകയായിരുന്നു. ബിനി ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന പേര് മാറ്റി ബിനി ഹെറിറ്റേജ് എന്നാക്കി മാറ്റി. ഇതാണ് അലിഗേഷനിലൊന്ന്. എല്ലാവർക്കും മനസ്സിലാവും. ബിനി ടൂറിസ്റ്റ് ഹോം എന്ന് എഴുതിയിട്ടൊരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ പരസ്യമിട്ടാൽ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരില്ല ടൂറിസ്റ്റ് ഹോം. പിന്നെ പണ്ടത്തെ ബിനി ടൂറിസ്റ്റ് ഹോമിന്റെ ചരിത്രം നോക്കിയാൽ സാധാരണ എനിക്ക് ഒരാൾക്ക് വന്ന് കയറാവുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ ആ കണ്ടീഷനിൽ പേര് മാറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ പേരിലുള്ള അലിഗേഷൻ. ഞങ്ങൾക്ക് ആകെ റിക്വസ്റ്റേ ഉള്ളൂ, ഇനി ഞങ്ങൾ ഉപദ്രവിക്കരുത്. കരാറുകാരനായ ജിനീഷിനോടുള്ള വ്യക്തിവൈരാഗ്യങ്ങളും വിദ്വേഷവും മേയർക്കും ഭരണപക്ഷത്തിനുമെതിരായുള്ള വ്യക്തിപരമായ അജണ്ടകളുമാണ് ഇത്തരം ഹർജികൾക്ക് പുറകിലുള്ളതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. CPIM നേതാക്കൾ ഇടപെട്ട് ബിനി ഗസ്റ്റ് ഹൌസ് തങ്ങൾക്കിഷ്ടപ്പെട്ടവർക്ക് കൊടുത്തെന്നായിരുന്നു BJPയുടെ ആരോപണം. ഈ ആരോപണമാണ് ഹൈക്കോടതി തള്ളിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.